അതിപരിശുദ്ധമായ നാമം വാഴ്ത്തപ്പെടുമാറാകട്ടെ. യെലോഹോം ചർച്ചിൻ്റെ മുൻപാകെ ഈ സഭാ ജനങ്ങളോടൊത്ത്, ദേവദാസനോടൊത്ത്, പാസ്റ്റർമാരോടൊത്ത്, ഈ ജനങ്ങളോടൊത്ത് നിങ്ങളുടെ മുൻപാകെ എനിക്ക് ദൈവത്തിൻ്റെ ഒരു സാക്ഷിയായി നിൽപ്പാൻ തക്കോണം ഈ പകൽക്കാലം ദൈവമിടയാക്കിയ കൃപകൾക്കായ ദൈവത്തിന് നന്ദിയോടെ സ്തോത്രം ചെയ്യുന്നു. 2022 ഓഗസ്റ്റ് മാസം 26-ാം തീയതി പത്തനംതിട്ടയിൽ പാസ്റ്ററെ കാണുവാനായിട്ട് ഞാൻ പോയി. അന്നുവരെയും എനിക്ക് ജീവിതത്തിൽ യാതൊരു പ്രതീക്ഷയുമില്ല. എന്തിനും ജീവിക്കണം, ഒരു ലക്ഷ്യബോധമില്ലാതെ അലഞ്ഞു തിരിഞ്ഞ ഒരു വ്യക്തിയായിരുന്നു ഞാൻ. എല്ലാവരും ഉണ്ടെങ്കിലും എനിക്ക് ആരുമില്ല, ഒറ്റപ്പെട്ട ഒരു വ്യക്തി, എല്ലാവരും തള്ളപ്പെട്ട ഒരു വ്യക്തിയായിരുന്നു ഞാൻ. ഒരുപാട് ദൂതുകളും ആലോചനകളും കേട്ടെങ്കിലും എൻ്റെ ജീവിതത്തിൽ അതൊന്നും നിറവേറപ്പെടുന്നില്ല. അതിൻ്റെ കാരണം എന്താണെന്ന് അറിയുവാൻ വേണ്ടി ഞാൻ കുറച്ച് നാളായിട്ട് ഇങ്ങനെ ഒരു പാസ്റ്ററെ അന്വേഷിച്ച് നടക്കുമ്പോഴാണ് യൂട്യൂബിൽ കൂടി അങ്ങനെ ഒരു പാസ്റ്ററെ കാണാൻ ഇടയായത്. 3 മാസത്തോളം ഞാൻ പാസ്റ്ററുടെ ശുശ്രൂഷകളെല്ലാം ലൈവിൽ കാണുവാനിടയായി. അതിനുശേഷമാണ് എനിക്ക് പത്തനംതിട്ടയ്ക്ക് വരുവാനിടയായത്. ഒരു ദിവസം ഞാൻ ആരോടും പറഞ്ഞില്ല. ഒരു ചൊവ്വാഴ്ച ദിവസം പത്തനംതിട്ടയിൽ അവിടെ ലൈവിൽ കണ്ട ഒരു ഫോൺ നമ്പറിൽ വിളിച്ചു, വഴി ചോദിച്ചു. ഞാൻ തന്നെ ഇറങ്ങി പുറപ്പെട്ടു. അവിടെ ചെന്ന് രാത്രി 10:30 കഴിഞ്ഞതിന് ശേഷമാണ് പാസ്റ്ററെ കാണാനിടയായത്. അപ്പോൾ അന്നേരം എനിക്ക് പെട്ടെന്ന് നടന്നു പോകുമ്പോൾ പെട്ടെന്ന് തല കറങ്ങുന്ന പോലെയൊക്കെ തോന്നി, കാല് വേച്ച് പോകുന്നത് പോലെ പെട്ടെന്ന് വീണ് പോകുന്നു. കുറച്ച് നാളായിട്ട് അങ്ങനെ ഉണ്ടായിരുന്നു. അപ്പോൾ പാസ്റ്ററെ കണ്ടപ്പോഴേ ഞാൻ റൂമിൽ കയറിയപ്പോഴേ വർത്തമാനം പറഞ്ഞ മുമ്പേ പറഞ്ഞു, പാസ്റ്റർ എനിക്ക് ഇതുപോലെ തലയ്ക്ക് ഭയങ്കര ഒരു മന്ദത പോലെ വന്ന് കാല് കുഴഞ്ഞ് വീഴുന്ന പോലെ വേച്ച് വീണ് പോകും. അപ്പോൾ പാസ്റ്റർ പറഞ്ഞു അവിടെ മുട്ടുകുത്തി, ഇപ്പോൾ അത് മാറുമെന്ന് പറഞ്ഞു. പാസ്റ്റർ എന്ന് എൻ്റെ തലയിൽ കൈവച്ച് പ്രാർത്ഥിച്ചോ, അന്നത് മാറി. ഇന്ന് വരെയും അതുണ്ടായിട്ടില്ല. ദൈവത്തിന് നന്ദി പറയുന്നു. അതിനുശേഷം പാസ്റ്റർ എനിക്ക് വീടിൻ്റെ കാര്യത്തിന് വേണ്ടി പല കാര്യങ്ങളിങ്ങനെ ആലോചിച്ച്, വീട് പണിയണോ വേണ്ടയോ, അതെങ്ങനെ നടക്കും, ഒറ്റ പൈസ ഇല്ല, ആകെ 4 ലക്ഷം രൂപയേ ഉള്ളൂ, അതെങ്ങനെ പണിയുമെന്ന് അറിയത്തില്ല. പാസ്റ്ററിനോട് പറഞ്ഞു വീട് പണി തുടങ്ങിക്കോ, അത് നടക്കും എന്ന് പറഞ്ഞു. അത് കേട്ട് ഞാൻ വീട്ടിൽ വന്നു. പിന്നെ ഒരു പ്രാവശ്യം കൂടി പാസ്റ്ററെ പിറ്റേ മാസം കാണാൻ പോയി. അതിന് ശേഷം ഞാൻ ആ വീട് പണിയാനുള്ള സ്ഥലത്തെ കളയൊക്കെ ഇങ്ങനെ മാറ്റി വൃത്തിയാക്കിക്കൊണ്ടിരിക്കുമ്പോൾ എൻ്റെ അപ്പാപ്പൻ്റെ മകൻ അതിലെ ഓട്ടോയിൽ പോയപ്പോൾ ഞാൻ പറഞ്ഞിട്ട് വീട് പണിയാൻ തുടങ്ങാൻ പോവുക, പിന്നെ ആരെ കൊണ്ട് പണിയിപ്പിക്കണമെന്ന് അറിയത്തില്ലെന്ന് പറഞ്ഞു. അപ്പോൾ അവൻ പറഞ്ഞു, ചേച്ചി വീട് പണിയുവാണെങ്കിൽ പിന്നെ ഞാൻ ഒരാളെ പറഞ്ഞു തരാമെന്ന് പറഞ്ഞു. അതിൻ്റെ പിറ്റേ ദിവസം അവന് അന്നേരം തന്നെ ഒരാളെ വിളിച്ചു, ഒരു കോൺട്രാക്റ്റ് വന്നു. അതിൻ്റെ പിറ്റേ ദിവസം കല്ലിട്ട് പണികൾ ആരംഭിക്കാൻ ഇടയായി തീർന്നു. 5 മാസം കൊണ്ട് പണികളെല്ലാം പൂർത്തീകരിച്ചു. ഒരിക്കലും ഞാൻ അങ്ങനെ ഒരു വീട് വെക്കുമെന്ന് ഞാനോ എൻ്റെ വീട്ടിലുള്ളവരോ എൻ്റെ സഹോദരങ്ങളോ നാട്ടിലുള്ളവരോ പ്രതീക്ഷിച്ചില്ല. കർത്താവ് എനിക്കൊരു വാർക്ക കെട്ടിടം തന്നു. അതിനകത്തെല്ലാം ടൈൽസ് എല്ലാം ഇട്ട്, ഗ്രാനൈറ്റ് എല്ലാം ഇട്ട്, അതിൻ്റെ എല്ലാ പണികളും പൂർത്തീകരിച്ച് എല്ലാ കാര്യങ്ങളും ഭംഗിയായി സമാധാനത്തോടെ ഉറക്കമില്ലാതെ കടന്ന് എനിക്ക് സന്തോഷകരമായി ഉറങ്ങുവാനും സമാധാനവും സ്വസ്ഥതയും തന്നു. എൻ്റെ ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതിയാകത്തില്ല. പാസ്റ്റർ പറഞ്ഞ ദൂതെല്ലാം നിറവേറി. പിന്നെ ഞാൻ പത്തനംതിട്ട ചെന്ന് പാസ്റ്ററെ കണ്ടു. പാസ്റ്റർ പറഞ്ഞ ദൂത് നിറവേറി, എനിക്ക് ഭവനം ദൈവം ഒരുക്കി തന്നു എന്ന് പറഞ്ഞു. പിന്നെ അന്ന് ഞാൻ ആദ്യമായിട്ട് അവിടെ ചെന്ന് കാണുമ്പോൾ ഞാൻ അവിടെ വാതകം നിന്ന് ആരോന്നറിയത്തില്ല, ഈ പത്തനംതിട്ടയുള്ള ആൾക്കാർ മാത്രം രക്ഷപ്പെട്ടാൽ പോരെ, ഞങ്ങളുടെ നാട്ടിൽ എത്രയോ ആൾക്കാർ ഇതൊന്നും അറിയാതെ കിടക്കുന്നു, അവരും കൂടി രക്ഷപ്പെടണ്ടേ എന്ന് ഞാൻ വാതകം നിന്ന് ആളോട് അന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ട്. എനിക്ക് അന്നേരം തൊട്ടൊരു ആഗ്രഹമായിരുന്നു, പിന്നെ ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടം ഇവിടെ ആരംഭിക്കണമെന്ന് ഞാൻ പാസ്റ്ററോട് പറയുകയും ചെയ്തിട്ടുണ്ട്. ഇങ്ങനെ ഒരു പ്രാർത്ഥനാ കൂട്ടം നമ്മുടെ ഈ നാട്ടിൽ വന്ന് വളരെ നമുക്ക് അനുഗ്രഹമാണ്. ഞാനും ഈ ചർച്ചിനോട് ചേർന്ന് പോകാൻ ആഗ്രഹിക്കുന്നു. പിന്നെ എനിക്ക് വീടിൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ചതിന് ശേഷം എനിക്ക് ഒരു വ്യക്തി സ്വന്തമായി പുള്ളിയുടെ ചിലവിൽ ഒരു നല്ലൊരു ഗേറ്റ് സ്വന്തമായിട്ട് പുള്ളി പണിത് തന്നു. എല്ലാം പണിത് തന്നതെന്നല്ല, അതവിടെ കൊണ്ടുവന്ന് പണിക്കാരെ കൊണ്ടുവന്ന് ഫിറ്റ് ചെയ്ത് എൻ്റെ പണികളെല്ലാം പൂർത്തീകരിച്ച് തരുവാനിടയായി തീർന്നു. എനിക്ക് സ്വന്തമായി അതിനകത്ത് കയറി കഴിഞ്ഞതിന് ശേഷം എനിക്ക് ഉയർച്ചയാണ് ഉണ്ടായിട്ടുള്ളത്. പിന്നെ എനിക്ക് കുഴൽക്കിണർ വെള്ളമില്ല, പഞ്ചായത്തിൻ്റെ വെള്ളമുള്ളൂ, കുഴൽക്കിണർ അടിക്കണം. പിന്നെ രാവിലെ എൻ്റെ മൂത്ത ചേച്ചി പറഞ്ഞു, 1 ലക്ഷം രൂപ ഞാൻ നിനക്ക് തരുക, കുഴൽക്കിണർ അടിച്ചോളാം. അത് ദൈവത്തിന് എത്ര നന്ദി പറഞ്ഞാലും മതി. ദൈവം വാതിൽ തുറന്ന് ഇങ്ങനെ ദൈവം ഇന്ന് രാവിലെ ഈ സാക്ഷ്യം കേൾക്കുമ്പോൾ നിങ്ങൾക്ക് ദൈവം വാതിൽ തുറക്കും. നിങ്ങളുടെ കുടുംബത്തിന് വേണ്ടി ദൈവം അത്ഭുതങ്ങൾ ചെയ്യും. കരമടിച്ച് ദൈവത്തിന് രാമൻ പറഞ്ഞേ. പ്രാർത്ഥിച്ച ദൈവദാസനും സഭയ്ക്കും എല്ലാം നന്ദി പറയുന്നു. ദൈവത്തിന് അതിലുപരിയായി നന്ദി പറയുന്നു. എല്ലാവരെയും ദൈവം ധാരാളമായി അനുഗ്രഹിക്കും.